സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്നത്തെ ഈ ഒരു കലാംശത്തിൽ നമ്മുടെ വീട്ടിൽ ഒരു മരണം നടക്കുകയാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വീടിനോട് ചേർന്നുള്ള ഒരു വീട്ടിലൊരു മരണം നടക്കുന്നിരിക്കട്ടെ, നമുക്ക് വലിയൊരു അപകടം വരാൻ പോകുന്നിരിക്കട്ടെ, ഒരു മരണ തുല്യമായ വലിയൊരു അപകടം വരാൻ പോകുന്നിരിക്കട്ടെ. ഈ കാര്യങ്ങൾ നടക്കുന്നതിന് മുമ്പ് നമുക്ക് ചുറ്റും ചില സൂചനകൾ ഉണ്ടാകും. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതിരുന്നത്. എന്നാൽ ഇത്തരത്തിലൊരു സൂചന കിട്ടുകയാണെങ്കിൽ അതിനെ താങ്ങാനുള്ളൊരു കരുത്ത് നമുക്കുണ്ടാവും. ആ കരുത്തുണ്ടാവുക, അല്ലാതെ തടയാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. പക്ഷേ അതിനെ സഹിക്കാനും അതിന് താങ്ങാനും അതിന് വേണ്ടി വന്നാൽ അതിന് ശക്തി കുറക്കാനും നമുക്ക് കഴിയും. വിധിയെ തടുക്കാൻ ഒരാൾക്കും കഴിയില്ല. അപ്പോൾ അത് എന്തൊക്കെയാണ്? ഒരു മരണം നടക്കുകയാണ്, അല്ലെങ്കിൽ അത് വലിയ ഭീമാകരമായി എന്തോ വലിയൊരു അത്യാപത്ത് സംഭവിക്കാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് നമുക്ക് മുൻകൂട്ടി തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ അതിനുള്ള കുറച്ച് സൂചനകൾ, ഒരു 10ഓളം സൂചനകളാണ് ഞാനിവിടെ കാണുന്നത്. അതിലൊന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്വപ്നം കാണും. ഈ സ്വപ്നം കാണുന്നതായിരിക്കും അന്യ വീട്ടിൽ ആരെങ്കിലും മരിച്ചതായിട്ടാണ് നമ്മൾ സ്വപ്നം കാണുന്നിരിക്കട്ടെ. നമ്മൾക്കായിട്ട് ബന്ധമില്ലാത്ത, പുറത്ത് നമുക്ക് പരിചയമുള്ള വേറെ ആരെങ്കിലും, അല്ലെങ്കിൽ പരിചയമില്ലാത്ത ആരെങ്കിലും ഒരാൾ മരിക്കുന്നതായി കണ്ടു കഴിഞ്ഞാൽ ആ സ്വപ്നഫലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരിക്കുന്നതായിട്ടാണോ നമ്മൾ കാണുന്നതെങ്കിലോ അത് നമ്മൾക്ക് ബാധിക്കില്ല. അത് ശുഭലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത്. മറിച്ച് മറ്റ് എവിടെയെങ്കിലും നമ്മുടെ കുടുംബത്തിലോ വേറെ എവിടെയെങ്കിലും ഒരു ദുരന്തമോ അല്ലെങ്കിൽ ഒരു മരണമോ നമ്മൾ കാണാനിടയുകയാണെങ്കിൽ അത് നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിലോ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെയോ മരണത്തിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മരണതുല്യമായ ഒരു അപകടത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് എന്നർത്ഥം. ഇനി രണ്ടാമതൊരു കാര്യം, നമ്മൾ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ഭക്ഷണം പാകം ചെയ്യുന്ന അവസരത്തിൽ ആ ഭക്ഷണത്തിൽ ഒരു ശുദ്ധിക്കുറവ് ഒന്ന് വെച്ചാൽ, നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വേവിൽ അരി പോലെ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചീഞ്ഞു പോയിട്ടുണ്ടാകാം. ഇനി അതല്ലെങ്കിൽ അതിൻ്റെ അകത്ത് മുടിയോ മറ്റ് ഇത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ മുടികൾ അതിലുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും പൊടിയോ മറ്റ് കാര്യങ്ങളോ ഒക്കെ അതിലുണ്ടെങ്കിൽ അതും തുടർച്ചയായിട്ട്, എപ്പോഴും ഒരു ദിവസം ഉണ്ടാകുന്നില്ല, തുടർച്ചയായ ദിവസങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ അതും ഒരു സൂചനയാണ് എന്തോ ഒരു അപകടം, അല്ലെങ്കിൽ ഒരു മരണം, അല്ലെങ്കിൽ മരണത്തിന് തുല്യമായ എന്തെങ്കിലും കാര്യങ്ങൾ കാണുന്നു എന്നർത്ഥം. ഇതിനേക്കാളും ഉപരി വേറൊരു കാര്യമുണ്ട്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന ചെറു ജീവികൾ ഉണ്ടാകും. ഇപ്പോൾ എലി, കൂറ. ഈ കൂറകൾ, എലികൾ, പല്ലികൾ ഇത്യാദി വസ്തുക്കളൊക്കെ ചത്ത് വീഴുക, അല്ലെങ്കിൽ അത് പലായനം ചെയ്യുക. പെട്ടെന്ന് നമ്മുടെ വീട്ടിലതൊന്നും കാണില്ല. പല്ലികൾ തീരെ കാണില്ല. എലിയും കൂറയൊക്കെ ചത്ത് വീഴുന്നതായിട്ടും കാണാൻ പറ്റും. ഇത് ഒരു ദിവസമല്ല, തുടർച്ചയായിട്ട് ഒന്നിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ തുടർച്ചയായ ദിവസങ്ങളിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ ആ വീടുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ദുരന്തം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മരണം സംഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പിച്ചുകൊള്ളണം. ഇതിനെല്ലാം പരിഹാരമുണ്ട് കേട്ടോ. പരിഹാരം എന്ന് പറഞ്ഞാൽ താങ്ങാനും ഉള്ള കരുത്താണ്, അല്ലാതെ അത് ഒരിക്കലും നടപ്പിലാകില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, ജനിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരിക്കൽ മരിക്കണം. പക്ഷേ അതിനു മുന്നോടിയായിട്ട് നമ്മുടെ ഒരു വിശ്വാസപ്രകാരമുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അതുപോലെ തന്നെ ആർക്കാണോ അല്ലെങ്കിൽ ആരുടെ വീട്ടിലാണോ ഇതിങ്ങനെ ദുർനിമിത്തങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത്, അവരിപ്പോൾ പത്രങ്ങളൊക്കെ വായിക്കല്ലോ. പത്രങ്ങൾ അല്ലെങ്കിൽ പഴയ പത്രങ്ങളിൽ എടുത്ത് നോക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് കൂടുതലും മരണ വാർത്തയുടെ താളുകളായിരിക്കും. ദുരന്തങ്ങളുള്ളത്, ഉരുൾപൊട്ടലിൽ ഇത്തിരി ആൾക്കാർ മരിച്ചു, അല്ലെങ്കിൽ ഭൂകമ്പത്തിൽ ഇത്തിരി ആൾക്കാർ മരിച്ചു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്കാർ മരിച്ചു, അല്ലെങ്കിൽ ആ പത്രത്തിൻ്റെ മരണത്താളുണ്ടാവില്ലേ, ആ പഴയ പത്രമായാലും പുതിയ പത്രമായാലും എടുക്കുമ്പോൾ ആദ്യം വരുന്നത് അങ്ങനെയുള്ളതായിരിക്കും എന്നർത്ഥം. ഇനി വേറൊരു കാര്യമുണ്ട്. മറ്റൊരു കാര്യം വെച്ചാൽ നമ്മുടെ നഖം ഒന്ന് നോക്കുക. സ്വതവേ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നഖത്തിന് നിറവ്യത്യാസം വരാം. ആ നഖം ഒരു പൂത്ത് പോയതുപോലെ, അല്ലെങ്കിൽ അതിന് ഒരു കളർ നല്ലപോലെ മാറിയിട്ട് ഒരു പഴക്കം ചെന്ന പോലെ, വൃത്തിയാക്കിയാലും വൃത്തിയാവാത്തതുപോലെയുള്ള ഒരു നിറവ്യത്യാസം നമുക്ക് കാണാൻ കഴിയും.
ഇതും നമ്മൾക്കുണ്ടാകുന്ന ദുരന്തത്തിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കുന്നതാണ്. ഇത് കൂടാതെ വേറൊന്നെന്ന് വെച്ചാൽ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്തായാലും നടക്കുമ്പോഴായാലും ആരോ പുറകിൽ നിന്ന് വിളിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഉറക്കത്തിലാണെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ മരിച്ചു പോയ ആരെങ്കിലും നമ്മളെ വന്നിട്ട് വരൂ, നമുക്ക് പോകാം, നമ്മൾ ഒന്നിച്ച് വരൂ, ഇതാ അവിടെ ഒരു കാര്യമുണ്ട്, അത് കാണിച്ചു തരാം എന്നൊക്കെ മറ്റു ഉറക്കത്തിൽ വന്ന് നമ്മളെ വിളിക്കുന്നുണ്ടോ? സ്വപ്നത്തിൽ വന്ന് വിളിക്കുന്നുണ്ടോ? നമ്മൾ ഉറക്കത്തിലൊക്കെ നമുക്ക് തോന്നുന്നുണ്ടോ? അവിടെ എന്തായാലും ഒരു സൂചനയാണത്, മരണത്തിന് മുന്നോടിയായിട്ടുള്ള സൂചന. ഒരു ദിവസമല്ല, ചിലപ്പോൾ തുടർച്ചയായ ദിവസങ്ങളിലുണ്ടെങ്കിൽ 100% ആ വീടുമായി ബന്ധപ്പെട്ട് ഒരു മരണം ഉറപ്പിക്കാം എന്നർത്ഥം. പിന്നെയോ ഈ സന്ധ്യാസമയത്ത് നമ്മൾ സ്വതവേ നിലവിളക്ക് കൊളുത്ത സമയമാണ്, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അണുപ്രസരമുള്ള സമയമാണ്. ഈ സമയത്ത് ഒരു സ്മെല്ലുണ്ടാവും, എന്ന് വെച്ചാൽ മുടി കത്തുന്നത് പോലെ. ശവം ദഹിപ്പിക്കുമ്പോഴാണല്ലോ മുടി കത്തുന്ന മണം ഉണ്ടാവുക. ആ മണം നമുക്ക് രൂക്ഷമായിട്ട് തുടർച്ചയായിട്ടുണ്ടോ? അതും അതിൻ്റെ സൂചനയാണ്. കൂടാതെ അന്തരീക്ഷത്തിൽ പ്രകൃതിയിലുള്ള പക്ഷിമൃഗാദികൾ, ഈ പക്ഷിമൃഗാദികൾ ദയനീയമായിട്ട് ഉള്ള കരച്ചിൽ, അത് പ്രത്യേകിച്ച് കുറുക്കൻ, ചെന്നായ അല്ലെങ്കിൽ കാട്ടുനായ, അതുപോലെ കാലൻ കോഴി, ഇതൊക്കെ തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കരയുന്നത് നമ്മൾ കേൾക്കുന്നു. ഒരു ദിവസം എപ്പോഴെങ്കിലും ഒരിക്കൽ ചെയ്യുന്നില്ല, ഇടയ്ക്കിടയ്ക്കേ ദിവസങ്ങളിൽ ഇങ്ങനെയുണ്ടെങ്കിൽ അതും ഇതിൻ്റെ സൂചനയാണ്. തീർന്നിട്ടില്ല. നമ്മുടെ വളർത്തു മൃഗങ്ങളുണ്ടല്ലോ, പട്ടി, പൂച്ച, കോഴി ഇത്യാദികൾക്ക് പരിഭ്രാന്തി, വല്ലാത്തൊരു വെപ്രാളം, ഒരു പേടി, ഭയന്ന് നിൽക്കുന്നത് പോലെ അവറ്റകൾ കാണിക്കുന്നുണ്ടെങ്കിൽ, അവരവിടെ നിൽക്കാൻ താല്പര്യപ്പെടാതെ ഓടി രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ഇതിൻ്റെ സൂചനയാണ് എന്നർത്ഥം. ഇനിയും ഉണ്ട്. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതിന് മുന്നോടിയായിട്ട് മാരകമായിട്ട് എന്തെങ്കിലും സംഭവം നടക്കുന്നുണ്ടെങ്കിൽ, ദുരന്തം നടക്കുന്നുണ്ട്, മരണം നടക്കുന്നുണ്ട്, ആത്മഹത്യ നടക്കുന്നുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും ഒരു സൂചന വരുമ്പോൾ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മൾ താലോലിച്ച് നട്ടു വളർത്തുന്ന ചെടികളിൽ നാശം തുടങ്ങും. അത് ഇങ്ങനെ ഉണങ്ങിപ്പോവുക. പ്രത്യേകിച്ച് നമ്മുടെ തുളസി കാട് പോലെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ ചിലപ്പം പെട്ടെന്ന് ഉണങ്ങിയതുപോലെയോ വാടിത്തളർന്നതുപോലെയോ കാണുന്നു. അതുപോലെ തന്നെയാണ് മറ്റുള്ള ചെടികളൊക്കെ, നമ്മൾ നട്ടു വളർത്തുന്ന പ്രധാനമായിട്ടുള്ള ഓമനിച്ച് വളർത്തുന്ന ചെടികളൊക്കെ തന്നെ ഇത്തരത്തിൽ ഉണങ്ങിപ്പോവുകയോ ഈ വാടിപ്പോവുകയോ ഒക്കെ ചെയ്യുന്ന, കരിഞ്ഞു പോകുന്നത് പോലെയൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇതിൻ്റെ സൂചനയാണ്. മറ്റൊന്നും കൂടിയുണ്ട്. നമ്മൾ പക്ഷികൾക്കെല്ലാം ഭക്ഷണം കൊടുക്കാറില്ലേ? ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവരത് കഴിക്കില്ല, അവർ ദൂരെ മാറി നിന്നിട്ട് കരയുന്നിരിക്കട്ടെ. നമ്മൾ ഭക്ഷണം അവിടെ വെച്ചു, അതിനടുത്തേക്ക് ചിലപ്പോൾ വന്നാലും അത് കഴിക്കാതെ കുറച്ച് മാറി നിന്നിട്ട് കാക്കയാവട്ടെ മറ്റുള്ള പക്ഷികളാവട്ടെ അത് കരയുന്നു, ഈ ഭക്ഷണം എടുക്കുന്നില്ല. ഇതിൻ്റെ സൂചനയാണ് മരണം അടുത്തു, അവിടെ മരണസംബന്ധമായിട്ടോ അല്ലെങ്കിൽ വലിയൊരു ദുരന്ത സംബന്ധമായിട്ടോ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നർത്ഥം. ഇതേപോലെ വേറൊരു സൂചനയാണ്, വീടിന് ചുറ്റും അല്ലെങ്കിൽ വീടിന് മുകളിലായിട്ട് കാക്ക വട്ടമിട്ട് ചിലപ്പോൾ കരഞ്ഞും കൊണ്ട് ഇങ്ങനെ പാറി നടക്കുന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ സൂചനയാണ്. ശ്രദ്ധിക്കപ്പെടാത്ത മറ്റൊരു സൂചന, നമ്മുടെ വീട്ടിൽ പൂച്ചയുണ്ടാകാം, അല്ലെങ്കിൽ അയൽവക്കത്ത് പൂച്ചയുണ്ടാവുക. അവർ ഈ പൂച്ച എല്ലാവരായിട്ട് ഇണങ്ങുന്നതാണ്, പക്ഷെ ചില ആൾക്കാരായിട്ട് ഇണങ്ങില്ല, ചില ആൾക്കാരുടെ അടുത്ത് പോകില്ല. പക്ഷെ ഈ പൂച്ച ഈ വീട്ടിൽ അസാധാരണമായി ഏതെങ്കിലും ഒരു വ്യക്തിയോട്, ഇതുവരെ ബന്ധമില്ലാത്ത അടുപ്പം കാണിക്കാത്ത ഒരു വ്യക്തിയോട് കൂടുതലായിട്ട് അടുപ്പം കാണിക്കുകയും അവരെ മുട്ടി ഒരുമുകയും അവരുടെ മടിയിൽ കയറിയിരിക്കാനും അവരോട് സ്നേഹവാത്സല്യം കൂടുതലായി കാണിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ സൂചനയാണ്. കാരണം കുറേ ദിവസം ഇതിനു മുമ്പ് അങ്ങനെ കണ്ടിട്ടേ ഇല്ല, പക്ഷേ ഇപ്പോൾ അങ്ങനെ കാണുന്നു എങ്കിലത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വീട്ടിലുള്ള നായാവട്ടെ വെളിയിലുള്ള നായാവട്ടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഓരിയിടുന്നുണ്ട്. ഇപ്പോൾ തെരുവ് പട്ടികളൊക്കെ ഉണ്ടാവും, നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് വന്നിട്ട് തുടർച്ചയായിട്ട് എപ്പോഴെങ്കിലും അല്ല തുടർച്ചയായ ദിവസങ്ങളിൽ വന്നിട്ട് ഓരിയിടുന്നുണ്ടെങ്കിൽ അതും ഇത്തരത്തിലുള്ളൊരു സൂചനയാണ്. നമ്മുടെ വീട്ടിലെ പട്ടിയും ഓരിയിടുന്നത് 2-3 തരത്തിലുണ്ട്. ഒന്ന് വെച്ചാൽ ഇണപ്പട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ഓരിയിടാൻ, അവരുടെ സാന്നിധ്യം അറിഞ്ഞാൽ അവർക്ക് ആ ഇണയുമായി സംഗമിക്കാനുള്ള സമയത്തിൻ്റെ ആ സമയത്ത് ഒരു ഓരിയിടുന്നുണ്ട്. അതല്ലാതെ തന്നെ മറ്റൊരു പട്ടിയെ കാണുന്നില്ല, അതൊന്നും ഇല്ല എങ്കിലും ഓരിയിടുന്നുണ്ട്, അപ്രതീക്ഷിതമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ സൂചനയാണ്. അതേപോലെ വേറൊരു കാര്യമാണ്, വീട്ടുകാരെ കാണുമ്പോൾ വളരെ ദയനീയമായിട്ട് അത് കരയും, വളരെ ദയനീയമായിട്ട്
കാരണം ഇവരിപ്പോൾ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ദുഃഖം അത് മനുഷ്യനായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഈ ജീവിക്കാണ് ഉണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക, കാലൻ അടുത്തു. നമ്മുടെ പ്രകൃതിയിലുള്ള ദുരന്ത ശക്തികളുണ്ടല്ലോ, അല്ലെങ്കിൽ ദുരിതമുണ്ടാക്കുന്ന ശക്തികൾ, അല്ലെങ്കിൽ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത പല ശക്തികളെയും ഈ മൃഗങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷി മൃഗാദികൾക്ക് അതിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു ദുരിതം ഉണ്ടാകുമ്പോൾ അവർ പെട്ടെന്ന് ഓടി രക്ഷപ്പെടും, അല്ലെങ്കിൽ അവരത് കരയും, അവർ മോങ്ങും എന്നൊക്കെ പറയുന്നില്ലേ പക്ഷികളൊക്കെ. ഇതൊക്കെ അതിൻ്റെ ഫലമാണ്. കാരണം ആ ദുഷ്ടശക്തികൾ, അല്ലെങ്കിൽ നമ്മൾക്ക് ദുഷ്ടമായി തോന്നുന്നു, കാലനെ കാണുമ്പോൾ, യമനെ കാണുമ്പോൾ, അല്ലെങ്കിൽ കാലകിങ്കരന്മാരെ കാണുമ്പോഴൊക്കെ ഇവർ ഭയന്നു പോകുന്നു എന്നാണ് അർത്ഥം. ഇത് ഗരുഡ പുരാണത്തിൽ വളരെ കൃത്യമായി പറയുന്നൊരു കാര്യമാണ്. എന്താണെന്നറിയോ, മരിക്കാൻ കിടക്കുന്ന വ്യക്തി ആ മരണാസനമായി കിടക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ശ്വാസം ഉണ്ടാകും, പക്ഷെ അത് അബോധാവസ്ഥയിൽ കിടക്കുന്നെങ്കിൽ പോലും പെട്ടെന്ന് ആ സമയം മരിക്കുന്ന തൊട്ട് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവർ കണ്ണൊക്കെ ഇങ്ങനെ തുറച്ച് പേടിച്ച് വിറച്ചിട്ട് അന്നേരം അവർ മലമൂത്ര വിസർജനം പോലും ചെയ്തു. കാരണം ഈ വിവത്സമായ രൂപം കണ്ടിട്ട് എന്നർത്ഥം. ഈ തന്നെ കൊല്ലാൻ വേണ്ടി, അല്ല തൻ്റെ ഈ ജീവനെടുക്കാൻ വേണ്ടി വന്ന കാലകിങ്കരന്മാരെ കണ്ട് ഭയക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ചെയ്യുമെന്ന് ഗരുഡ പുരാണത്തിലും പറയുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള ആ അദൃശ്യ ശക്തികളെ കണ്ടിട്ടാണ് പ്രകൃതിയിലും ഈ ഒരു മാറ്റം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെന്ത് വേണം, ഇങ്ങനെ ഒരു സൂചനകളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ദുരിതം എന്തായാലും ദുരിതം സംഭവിക്കും. ദുരിതത്തിനെ മാറ്റിമറിക്കാൻ നമുക്കൊന്നും സാധ്യമല്ല, കാരണം അത് മുന്നേ നിശ്ചയിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതിൻ്റെ ആഘാതം കുറക്കാൻ പറ്റും. പക്ഷേ ഇപ്പം എന്താ പറയുക, 16 വയസ്സ് വരെയാണ് മാർക്കാണ്ഡേയന് ആയുസ് പറഞ്ഞത്. പക്ഷെ മാർക്കാണ്ഡേയൻ എപ്പോഴും 16 വയസ്സിലെ ആളായി തീർന്നു. കാരണം എന്താ, ആ അവസരത്തിൽ അദ്ദേഹം മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചു. എപ്പോഴും പഞ്ചാക്ഷരി മന്ത്രം, ശിവമന്ത്രം അങ്ങോട്ട് ജപിച്ചു. കാലൻ്റെയും കാലനാണ് ശിവൻ. അങ്ങനെ ആ ശിവാക്ഷരി മന്ത്രം, അല്ലെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചതോടുകൂടിയിട്ട് ആ കാലനെ ജയിക്കാൻ കഴിഞ്ഞു മാർക്കാണ്ഡേയൻ എന്നുള്ള കഥ നമുക്ക് പുരാണത്തിലറിയാം, ശിവപുരാണത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴെന്ത് വേണമെന്നറിയോ, ഇങ്ങനെയുള്ള ദുർനിമിത്തങ്ങളെ നമുക്ക് അതിജീവിക്കാനെന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് അതിനെ താങ്ങാൻ, അതിന് അല്പം നമുക്ക് മാനസികമായിട്ട് ധൈര്യം കിട്ടാൻ, അതിനെയൊക്കെ നമുക്ക് എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും അതിനൊക്കെ ഒന്ന് തരണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ, അല്ലെങ്കിൽ മനസ്സിന് ഫലം കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാം. പരമാവധി നമ്മൾ ഇരിപ്പിലും നടപ്പിലും കിടപ്പിലൊക്കെ ജപിച്ചോ, ഈ അപകടങ്ങളിൽ നിന്നും വരുന്ന ദുരിതം നമുക്ക് വളരെ ചെറുതായി തോന്നുകയും അതിനെ നമുക്ക് എന്ത് വന്നാലും ഞാൻ താങ്ങും എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്കുണ്ടാവുകയും ചെയ്യും. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് കാണുമല്ലോ, ഇത് നമ്മുടെ കുടുംബത്തിലാവാം, നമ്മൾക്ക് തന്നെയാവാം, നമുക്ക് വേണ്ടപ്പെട്ട മറ്റു പലർക്കും ആകാം, മരണമാകാം, അത് മരണതുല്യമായ ദുരിതങ്ങളാകാം. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ പഞ്ചാക്ഷരി മന്ത്രത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്, ഈ ശിവനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത്. മറ്റൊന്നെന്ന് വെച്ചാൽ മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുക. പല സമയങ്ങളിലും നമ്മൾ മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക. മറ്റൊരെന്താണെന്നറിയോ, ക്ഷേത്രങ്ങളിലോ വീടുകളിലാണ് വലിയ പൈസയാവും, അതുകൊണ്ട് വീടുകളിൽ ചെയ്യാതിരിക്കുന്നത് മൃത്യുഞ്ജയ ഹോമം ചെയ്യാൻ പറ്റുമെങ്കിൽ അതും നമുക്ക് വളരെ ആശ്വാസം നൽകും എന്നർത്ഥം. ഒന്നുമില്ലെങ്കിൽ ഒരു മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയെങ്കിലും ക്ഷേത്രങ്ങളിൽ നമ്മൾ കഴിക്കാൻ. വിധിയെ മാറ്റിമറിക്കാൻ ആർക്കും കഴിയില്ല. പക്ഷേ ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ്, നമുക്ക് ഇതിന് സൂചന വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് നമ്മൾ തന്നെ ആയിക്കോട്ടെ, ഇപ്പം ഞാൻ തന്നെയാണ് മരിക്കേണ്ട അറിയില്ലല്ലോ, ആരാണെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ എന്ത് വേണം, ആ അവസരത്തിലെങ്കിലും നമ്മൾ ഈ ഇത്തരത്തിലുള്ള ശ്രേഷ്ഠമായ നാമങ്ങൾ ജപിക്കുക, നാരായണ നാമം ജപിക്കുക. നാരായണ കവചം ഏറ്റവും ഗുണകരമാണ്. നാരായണ കവചം ഇങ്ങനെയുള്ള ജപിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സുഹൃതം ലഭിക്കുകയും ചിലപ്പോൾ ഇതിനെ തട്ടി മാറ്റാനും ഇടവരും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും നിങ്ങൾക്ക് ഇത് വീട്ടിൽ നിത്യവും എല്ലാവരോടും ജപിക്കാൻ വേണ്ടി പറയുന്നത് നന്നായിരിക്കും. വീട്ടിലുള്ള ദുരിതങ്ങളെല്ലാം അങ്ങോട്ട് പോകട്ടെ. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആൾക്കാരുടെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഇത്തരത്തിലുള്ളൊരു ഗുണങ്ങൾ കിട്ടും. എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, അവർക്കും ഗുണമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റുന്നില്ലല്ലോ. അപ്പോൾ അത്തരത്തിൽ അവർക്കെല്ലാവർക്കും അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നിരവധി വീഡിയോകൾ ഇനിയും നമുക്ക് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് വേണം, ഈ വീഡിയോയുടെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്നിട്ട് എഴുതിയിട്ട് കണ്ടല്ലോ, അവിടെ ഒന്ന് തൊട്ട് കൊടുക്കുക. ഇംഗ്ലീഷിൽ എഴുതിയിട്ടതാ, അവിടെ തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു മണിയുടെ ചിത്രം വരും, അതുകൂടി തൊട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് 100 കണക്കിന് പ്രഭാഷണം. ആ 100-ലേറെയുള്ള പ്രഭാഷണം നിങ്ങൾക്ക് ഓരോന്നും വളരെയേറെ പ്രാധാന്യമുള്ളതാണ്, നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഓരോന്ന് കേൾക്കാം. ഇനി വരാൻ പോകുന്നതും നിങ്ങൾക്ക് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് അരികിലേക്ക് എത്തുകയും ചെയ്യും. ഏതായാലും
ആ ഭഗവാന്റെ നാമം നമുക്ക് എപ്പോഴും ഉച്ചരിച്ച് നമ്മുടെ ജീവിതം സന്തോഷകരമാക്കാം, ശ്രേഷ്ഠമാക്കാം. അതുകൊണ്ട് നമുക്ക് ഇതേപോലുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.